ഏത് ദിലീപിന്റെ മറ്റേ ഫിലിപ്പ് ആൻഡ് ഫാമിലി, പ്രിൻസ് ആൻഡ് ഫാമിലി ഫാമിലി കണ്ടപ്പോ മൊത്തം ഞാൻ വരുണേ ഓർത്തത് ആ സിനിമ. വരുണെ പോലാണ് ദിലീപ് അതിനകത്ത്. അതെ, എന്നെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ ട്രോളിയാണ് എൻ്റെ ഭർത്താവും എൻ്റെ ഫ്രണ്ട്സും. ഇതെൻ്റെ പഴയ ജിമ്മിലുള്ള ട്രെയിനറാണ് കേട്ടോ. പുള്ളി ഇപ്പോൾ ഡയറ്റ് ഫുഡൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ ആ ഡയറ്റ് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നതാണേ. ഇത് രാഹുൽ, ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലെ സെക്രട്ടറിയാണ്. അതുമാത്രമല്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ബാക്ക് ടു ദുബായ്, അതായത് പുള്ളി ആദ്യം ദുബായിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ കൊച്ചിയിലൊന്ന് സെറ്റിൽ ചെയ്തു. ഞങ്ങളൊരു അപ്പാർട്ട്മെൻറ്റിലാണ്, ഞങ്ങൾ ഒരേ അസോസിയേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ പുള്ളിയുടെ തിരിച്ച് ബാക്ക് ടു ദുബായിലേക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ അസോസിയേഷൻ്റെ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു പോകുന്ന രാഹുലിന് ഞങ്ങളൊരു സെൻഡ് ഓഫ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കേക്കൊക്കെ വാങ്ങി എല്ലാവരും കൂടി 1947 കാക്കനാടിലെ 1947 എന്നുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു ചെറിയൊരു സെൻഡ് ഓഫ് പാർട്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെ ഞങ്ങളിത് നമ്മുടെ അങ്ങാടി സൂപ്പർ മാർക്കറ്റിൽ വന്നു. അവിടെ കേക്കിൻ്റെ ഒരു ഷോപ്പുണ്ട്. ആ കേക്കിൽ നിന്ന് ഒരു കേക്കൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇവിടെ 1947 പോകാമെന്ന് പറഞ്ഞു. ഈ 1947 ഉള്ളിൽ ഒരു ബോക്സ് ഉണ്ട്. നമുക്ക് യൂസ് ചെയ്യാത്ത ഡ്രസ്സൊക്കെ നമുക്കതിലിടാം. അതവരത് ചാറ്റിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ഇവിടെ വന്ന് നമുക്ക് പറഞ്ഞത്. ഞാനതൊരു കൊടുത്തിട്ടില്ല. എൻ്റെ പഴയ ഡ്രസ്സൊക്കെ ഞാൻ എപ്പോഴും H&Mലാണ് കൊടുക്കാറ്. അവിടെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് കൂപ്പൺ കിട്ടുമല്ലോ. ആ കൂപ്പൺ വെച്ച് നമുക്ക് പിന്നെയും പർച്ചേസ് ചെയ്യാമല്ലോ. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഒരു പഴയ ഡ്രസ്സൊക്കെ കിട്ടുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. ആക്ച്വലി ഈ റെസ്റ്റോറൻറ്റ് ഞാൻ ഇതിൽ വന്നിട്ടില്ല. കാക്കനാട് കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചത് ഇത് റെസ്റ്റോ ബാറാണ്. അതുകൊണ്ട് ഞങ്ങളിതുവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. മോളിയും കൊണ്ടൊക്കെ വരുന്നതുകൊണ്ട്. അപ്പോൾ നമ്മളിതാ ഇത്രയും പേരാണ് വന്നത്. ഈ രാഹുലും എൻ്റെ ഹസ്ബൻഡ് ഉണ്ണിയേട്ടനുമാണ് എന്നെ ഏറ്റവും കൂടുതൽ ട്രോളാറുള്ളത്. അത് ആക്ച്വലി രാഹുലിനോട് സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല. ഓപ്പണായിട്ട് പുള്ളിക്കാരൻ നന്നായിട്ട് സംസാരിക്കും. അത് കളിയാക്കാനാണെങ്കിൽ എല്ലാത്തിനും പുള്ളിക്കാരൻ ഭയങ്കര മിടുക്കാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ സെൻഡ് ഓഫ് പാർട്ടിയിലേക്ക് പോവാണ്. ആദ്യം കേക്ക് ഉണ്ടായിരുന്നു. ബൊക്കെ കൊടുത്തു. പിന്നെ കേക്ക് കട്ട് ചെയ്തു. ഇത് മാത്രം അവിടെ നിന്ന് കഴിച്ചാൽ പറയുന്ന എനിക്ക് ഈ പ്രശ്നം മൊത്തം വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്ന എനിക്ക് ഇഷ്ടമാണ്. ജെൻസി പിള്ളേരെ കൊണ്ടുവരണം. ഞാൻ എങ്ങനെ തരും? പ്രസാദം കൊടുക്കുക. എനിക്ക് പൊതുവെ ചടങ്ങിനകത്ത് അത്ര അല്ലേ എല്ലാവരും മുറിച്ചെടുത്തോ. ഇത് മൊത്തം കുളവാക്കിയത് ഈ മനുഷ്യനാണ്. ഞങ്ങൾക്കൊരു വെൽക്കം ഡ്രിങ്കൊക്കെ തന്നിരുന്നു. ഒരു പൈനാപ്പിളിൻ്റെ ഒരു ജ്യൂസായിരുന്നു. കൊള്ളായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ ഫുഡൊക്കെ നോക്കി ഓരോരുത്തരും ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ. ഞാനും ആൻറ്റിയും കൂടി ഒരു ഫിഷ് ബിരിയാണി പറഞ്ഞു. കാരണം മത്തിരി കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു ഫിഷ് ബിരിയാണി ഞങ്ങൾ പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് പിന്നെ അവരൊക്കെ എന്തൊക്കെയോ നാനും പിന്നെ ചട്ടിച്ചോറും അതൊക്കെ പറഞ്ഞിട്ട് ചട്ടിച്ചോറൊക്കെ പറഞ്ഞു. ആക്ച്വലി അതിൻ്റെ ഉള്ളിലുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ പ്രോഡക്റ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതൊരു നമ്മുടെ ഫുഡ്
ഫുള്ളൊരു ഈ 1947 എന്നുള്ള പേര് പോലെ തന്നെ ആ കാലഘട്ടത്തിലുള്ള നമ്മുടെ നേതാക്കളുടെ പിക്ചേഴ്സും അതിൻ്റെ ഒരു തീമിലേക്ക് സെറ്റ് ചെയ്തിട്ട് ആക്ച്വലി നമ്മൾ അവിടെ പോയതും ജാനുവരി നമ്മുടെ അന്നത്തെ ദിവസമാണ് നമ്മൾ പോയത്. അതിൻ്റെ കാരണം മറക്കാത്ത ദിവസമാണല്ലോ. ആദ്യം നമ്മൾ നല്ല സൂപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സൂപ്പ് കൊള്ളായിരുന്നു, സൂപ്പ് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ജ്യൂസൊക്കെ വന്നതിന് ശേഷമാണ് ഫുഡ് വന്നത്. ആദ്യം നല്ല ഫുഡ് ഇവർ ഓർഡർ ചെയ്ത ചട്ടിച്ചോറാണ്. ഐറ്റംസ് ഉണ്ട് ആ ചട്ടിച്ചോറിൽ. പക്ഷേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ഓക്കെ, കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ഞാനൊന്ന് ഇവിടെ കൊച്ചിയിൽ കിട്ടുന്നുണ്ടെന്ന് ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കാം? ഷോർ ചെയ്യാം. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഫിഷ് ബിരിയാണി. ഞങ്ങൾ രണ്ടുപേർക്കും കൂടി ഒരു ഫിഷ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവർ നാനും പിന്നെ എന്തൊക്കെയോ നോർത്ത് ഇന്ത്യൻ ഐറ്റംസൊക്കെ പറഞ്ഞു. അത് കൊള്ളാമെന്ന് പറഞ്ഞു കേട്ടോ. ആ നോർത്ത് ഇന്ത്യൻ ഐറ്റംസൊക്കെ അടിപൊളിയായിരുന്നു. അതിനുശേഷം ഒരു ഇലമ്പൂർ കുട്ടിക്കൊണ്ടാണ് കേട്ടോ ഐറ്റം. ആക്ച്വലി ഫിഷ് ബിരിയാണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടില്ല. ഓപ്പണായിട്ട് പറയാം, എനിക്കിഷ്ടപ്പെട്ടില്ല. ബിരിയാണി കൊള്ളത്തില്ലായിരുന്നു. അതിലത്തെ ഫിഷൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ ബിരിയാണിൻ്റെ ചിക്കൻ ചെറിയ ചെറിയ പീസായിട്ടൊക്കെ കട്ട് ചെയ്യുന്നു വീട്ടിലേക്ക് വെക്കുമ്പോൾ, അതുപോലെയായിരുന്നു ഫിഷ് കട്ട് ചെയ്തിട്ടത്. മസാല അത്ര കൊള്ളില്ലായിരുന്നു. ഫിഷ് ബിരിയാണി കട്ടാറ് ഫ്ലോപ്പായിരുന്നു, ഒട്ടും കൊള്ളില്ല. ഇതിലിരുന്ന് പുഡിങ്ങും ഐറ്റംസും എടുത്ത് ഓക്കെയാണ്. ഫുഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ബെല്ലടിക്കണമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ എൻ്റെ ഫുഡ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ ബെല്ലടിച്ചില്ല. അങ്കിളിന് ഫുഡ് ഇഷ്ടപ്പെട്ടത് അങ്കിൾ ബെല്ലടിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.